ഒരു കാര്യത്തിൽ തീരുമാനിച്ചു. ഞാൻ അവളെ കൊച്ചു മംഗളത്തേക്ക് പോവാം. எல்லாருமா சேர்ந்து போனா திரும்பி வர மாட்டீங்களா? കൂടെ ഉണ്ടെങ്കിൽ റോഡേ കിടക്കാൻ വരെ ഞാൻ. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ ഉപ്പും മുളകും താൽക്കാലികമായി നിർത്തുകയാണോ? അതെ ഗൈസ്, അങ്ങനെ സംശയിപ്പിക്കുന്ന കുറച്ച് മുഹൂർത്തങ്ങൾ തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ സിദ്ധു നമ്മുടെ കൊച്ചിനെയൊക്കെ കൊഞ്ചിച്ച് കല്ലുമുളയൊക്കെ കൊഞ്ചിച്ച് അവിടെ ഇരിക്കുമ്പോൾ, സോഫയിൽ ഇരിക്കുമ്പോൾ നമ്മുടെ സിദ്ധുവിന്റെ അമ്മ വന്ന് ഭയങ്കര വഴക്ക് പറയുന്നുണ്ട്. നീ ഇങ്ങനെ വെറുതെ ഇരിക്കാൻ തന്നെയാണോ ഉദ്ദേശം? നീ ഇങ്ങനെ ഇരുന്നാൽ ആര് ചെലവിന് തരും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ദേഷ്യപ്പെടുന്നുണ്ടേ. അപ്പൊ തന്നെ സിദ്ധു പറയുന്നുണ്ട്, ഓഹോ അങ്ങനെയൊക്കെയാണല്ലേ കാര്യങ്ങൾ, ഞാനും എന്റെ ഭാര്യയും കൊച്ചും കൂടെ ഞങ്ങൾ മംഗലാപുരത്തേക്ക് പോകുക എന്ന് പറയുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഷോക്കായി നിൽക്കുന്നുണ്ടെങ്കിലും പിന്നീട് എല്ലാവരും ആ ഒരു കാര്യമായിട്ട് പൊരുത്തപ്പെടുന്നുണ്ട്. അപ്പൊ കനകാന്റിയൊക്കെ ചോദിക്കുന്നുണ്ട്, ഇനി നിങ്ങൾ പോയാൽ ഒരിക്കലും വരില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ കല്ലുമോള് പറയുന്നുണ്ട്, ഇനി ഞങ്ങളെ കാണാൻ അങ്ങോട്ടേക്ക് വരണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഭവാനിയമ്മ ഇങ്ങനെ നമ്മുടെ സിദ്ധുവിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, മോനെ അവിടെ ചെന്ന് എന്തെങ്കിലും ബിസിനസ് ഒക്കെ ഇട്ട് രക്ഷപ്പെടാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടോ എന്ന് നമ്മുടെ ഭവാനിയമ്മയും തിരക്കുന്നുണ്ട്. നമ്മുടെ കേശുവും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഉറപ്പായിട്ടും പോകുവാണോ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ ലച്ചുവിന്റെ അടുത്തും സിദ്ധുവിന്റെ അടുത്തും. അപ്പൊ അവര് പറയുന്നുണ്ട്, പിന്നെ ഞങ്ങൾ പോകുക എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ സിദ്ധു നമ്മുടെ ലച്ചുവിന്റെ അടുത്ത് പറയുന്നുണ്ട്, എടി എനിക്ക് ഉറപ്പൊന്നുമില്ല അവിടെ ചെല്ലുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന്. അപ്പൊ നമ്മുടെ ലച്ചു പറയുന്നുണ്ട്, നീ കൂടെ ഉണ്ടായാൽ മതി, നടു റോട്ടിൽ കിടക്കാൻ പോലും ഞാൻ തയ്യാറാ എന്ന് പറയുന്നുണ്ടേ. അങ്ങനെ അവരെല്ലാം സെറ്റാക്കി ഇറങ്ങാൻ പോകുന്നൊരു നിമിഷങ്ങളാട്ടോ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നതേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, സിദ്ധുവും ലച്ചുവും കല്ലുമോളും ഇല്ലാത്തൊരു ഉപ്പും മുളകും എങ്ങനെയായിരിക്കും അല്ലെ കൂട്ടുകാർ? ഇതിലും ഭേദം ഇത് ഇവിടെ വെച്ച് നിർത്തി ഒരു പുതിയ സീസണായിട്ട് വീണ്ടും പിന്നെ എപ്പോഴെങ്കിലും ഇവർ തിരികെ വരുമ്പോൾ തുടങ്ങുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്തേക്കണേ. കാത്തിരിക്കാട്ടോ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും. ഗുഡ് ബൈ.